ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ഗോസ്റ്റ് ഹണ്ടർ. മല്ലു ഗോസ്റ്റ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റിയൽ ലൈഫിൽ നടന്ന പ്രേത അനുഭവങ്ങളുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഒരു അനുഭവം നമ്മളോട് പങ്കുവച്ചത് കണ്ണൂരുള്ളൊരു സുഹൃത്താണ്. ആ സുഹൃത്തിൻ്റെ യഥാർത്ഥ പേരോ ഈ ഒരു സംഭവം നടന്ന യഥാർത്ഥ ആ ഒരു സ്ഥലത്തിൻ്റെ പേരോ നമ്മളിവിടെ പറയുന്നില്ല. ആ സുഹൃത്തിനെ നമുക്ക് ശ്രീരാഗ് എന്ന് വിളിക്കാം. ശ്രീരാഗ് കണ്ണൂരിൽ തന്നെയുള്ളൊരു വർക്ക്ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത്. ജോലിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ നിന്നും ഭക്ഷണമെല്ലാം കഴിച്ച് അദ്ദേഹം സുഹൃത്തുക്കളുമായി വീടിനടുത്തുള്ളൊരു അമ്പലക്കുളത്തിൽ പോയി ഇരിക്കാറുണ്ട്. അവിടെ പോയി കൂട്ടുകാരുമൊത്ത് ഒരുപാട് നേരം സമയം ചെലവഴിച്ചാണ് വീട്ടിലേക്ക് തിരിച്ചു വരാറ്. ഒരു സമയത്തിന് ശേഷം അമ്പലക്കുളത്തിനടുത്ത് ആരെങ്കിലും ഇരിക്കുന്നത് കണ്ടാൽ അവിടെയുള്ള നാട്ടുകാർ തന്നെ വഴക്കുണ്ടാക്കി എല്ലാവരെയും വീട്ടിലേക്ക് പറഞ്ഞു വിടും. കാരണം രാത്രിയിൽ പലരും അവിടെ വന്ന് മദ്യപിക്കുകയും സിഗരറ്റ് വലിക്കുകയും ചെയ്ത് ആ കുളത്തിൻ്റെ ചുറ്റുവട്ടമെല്ലാം നശിപ്പിക്കാറുണ്ട്. മറ്റൊരു കാര്യം, ആ കുളത്തിനെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകളാണ്. പക്ഷേ ശ്രീരാഗും കൂട്ടുകാരും മിക്കപ്പോഴും രാത്രി 10 മണി വരെ ആ അമ്പലക്കുളത്തിനടുത്തിരുന്ന് സമയം ചെലവഴിക്കാറുണ്ട്. അവർക്കവിടെ അമാനുഷികതയോ ദുരൂഹതകളോ ഇതുവരെ തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു ദിവസം ശ്രീരാഗ് തൻ്റെ ജോലി കഴിഞ്ഞ് കൂട്ടുകാരുമൊത്ത് സമയം ചെലവഴിക്കാനായി ആ അമ്പലക്കുളത്തിലേക്ക് പോയി. പോകുന്നേരം അമ്മ പറഞ്ഞു, ഒരുപാട് നേരം നീ അവിടെ ഇരിക്കണ്ട, വേഗം തന്നെ വീട്ടിലേക്ക് വരണമെന്ന്. അവൻ അതൊന്നും വലിയ കാര്യമാക്കാതെ കൂട്ടുകാരുമൊത്ത് സമയം ചിലവഴിക്കാനായി അങ്ങോട്ടേക്ക് ചെന്നു. ശ്രീരാഗ് അമ്പലക്കുളത്തിനടുത്തെത്തി. അവിടെ എത്തിയപ്പോൾ അവിടെ ആരും തന്നെ ഇല്ല. ശ്രീരാഗ് ഒറ്റയ്ക്കാണ്. സമയം 7:45. തൻ്റെ 2 സുഹൃത്തുക്കൾ ഈ സമയത്ത് എപ്പോഴും അവിടെ ഉണ്ടാവേണ്ടതാണ്. അവൻ അവരെ വിളിച്ചു. അരമണിക്കൂറിൽ അവരവിടെ എത്തുമെന്ന് പറഞ്ഞു. അവൻ അവരെ നോക്കി അവിടെ ഇരുന്നു. ആ സമയത്ത് ശ്രീരാഗിന് പരിചയമുള്ള പലരും അതിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. അവരോടെല്ലാം സംസാരിച്ച് സമയം കുറച്ച് പോയി. കുറച്ചു നേരത്തിന് ശേഷം അവൻ്റെ കൂട്ടുകാരെല്ലാം ആ അമ്പലക്കുളത്തിനടുത്തെത്തി. അങ്ങനെ ഒരുപാട് നേരം അവരവിടെ ഒരുപാട് കഥകൾ പറഞ്ഞ് സംസാരിച്ചിരുന്നു. അതിൽ ഒരു കൂട്ടുകാരന് സിഗരറ്റ് വലിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു. അവൻ കുറച്ചു നേരം സിഗരറ്റ് വലിക്കാനായി കുളത്തിൻ്റെ ഒരു സൈഡിലേക്ക് മാറി നിന്നു. അവൻ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുളത്തിൻ്റെ അങ്ങേ അറ്റത്തായി ആരോ ഒരാൾ ഇരിക്കുന്നതായി കാണുന്നത്. പെട്ടെന്ന് തന്നെ അവൻ കൂട്ടുകാരോട് വന്ന് പറഞ്ഞു, കുളത്തിൻ്റെ അപ്പുറത്ത് നിന്നും ആരോ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുവാണെങ്കിൽ ശ്രദ്ധിച്ചോട്ടെ എന്നും വിചാരിച്ച് ശ്രീരാഗും വലിയ കാര്യമാക്കാതെ അവിടെ തന്നെ ഇരുന്നു. ആ ഒരു കൂട്ടുകാരൻ വീണ്ടും സിഗരറ്റ് വലിക്കാനായി അവിടെ തന്നെ പോയി. പിന്നീട് നോക്കുമ്പോൾ അവിടെ ആരും തന്നെ ഇല്ല. അവനും അത് വലിയ കാര്യമാക്കാതെ സിഗരറ്റും വലിച്ച് വീണ്ടും അവരെ അടുത്ത് വന്നിരുന്ന് ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങി. സമയം ഒരുപാട് വൈകിയത് കൊണ്ട് തന്നെ അവരെല്ലാവരും പോകാനായി ഒരുങ്ങി. അപ്പോഴാണ് കുളത്തിൻ്റെ പടവിൽ നിന്നും വെള്ളം തിളച്ചു മറിയുന്ന പോലെ ഒരു ശബ്ദം. അതെന്താണെന്ന് നോക്കാൻ വേണ്ടി ശ്രീരാഗ് തൻ്റെ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് തെളിച്ചുകൊണ്ട് ആ ഒരു ശബ്ദം വരുന്ന ഭാഗത്തേക്ക് നോക്കി. വെള്ളം തിളച്ചു മറിയുന്നുണ്ട്. കുമിളയായി ഇങ്ങനെ വന്ന് പൊട്ടുന്നുണ്ട്. അതെന്താണെന്നറിയാൻ കുറച്ചുകൂടി അടുത്തേക്ക് അവൻ ചെന്നു. ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ കുമിളയായി വെള്ളം വരുന്നുണ്ട്. ഇത് കാണുന്ന ശ്രീരാഗിൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ ഇവിടെ പതിവായി കേൾക്കാറുണ്ട്. ഇത് പ്രേതമാണെന്നും പറഞ്ഞ് ആരും ഈ ഭാഗത്തേക്ക് വരാറില്ല. അതുകൊണ്ടാണ് നമ്മളോടും നേരം വൈകിയ സമയത്ത് ഇവിടെ ഇരിക്കരുതെന്നും പറയുന്നത് എന്നും പറഞ്ഞ് ശ്രീരാഗിനെ പേടിപ്പിച്ചു. നീ ഒന്ന് പോടാ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീരാഗ് തൻ്റെ കൂട്ടുകാരനെ കളിയാക്കി. അപ്പോഴേക്കും ആ ഒരു തിളച്ചു മറിയുന്ന ആ ഒരു ശബ്ദവും ആ കുമിളകളും പതിയെ കുറഞ്ഞ് ഇല്ലാതെയായി. അതൊന്നും വലിയ കാര്യമാക്കാതെ അവർ വീട്ടിലേക്ക് നടക്കാൻ ഒരുങ്ങുമ്പോഴാണ് പിറകിൽ നിന്നും ഒരു വല്ലാത്ത ശബ്ദം അവർ കേൾക്കുന്നത്. ആരോ ഉറക്കെ വിസിലടിക്കുന്നൊരു ശബ്ദം. ആ ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ആകെ ഞെട്ടിത്തെറിച്ചു പോയത്. ആ ഒരു അമ്പലക്കുളത്തിൻ്റെ അങ്ങേ അറ്റത്തെ പടവിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു നിഴൽ രൂപം വെള്ളത്തിന് മുകളിലൂടെ ഒഴുകി വരുന്നു. ഇത് കണ്ട് ഞെട്ടിയ ശ്രീരാഗ് പരസ്പരം എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി. എല്ലാവരുടെയും മുഖത്ത് ഒരു പേടിച്ച ഭാവമായിരുന്നു. അവരങ്ങോട്ട് നോക്കും തോറും ആ ഒരു രൂപം
അടുത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു. 3 പേരും അലറിക്കൊണ്ട് ആ ഒരു അമ്പലക്കുളത്തിൽ നിന്നും പുറത്തേക്ക് ഓടി. അവർ അമ്പലക്കുളത്തിലേക്ക് പുറത്തേക്ക് ഓടുമ്പോഴും ആ ഒരു വിസിലടി ശബ്ദം വളരെ രൂക്ഷമായി അവരുടെ ചെവിയിലേക്ക് തുളഞ്ഞു കയറുന്നുണ്ടായിരുന്നു. അവർ പുറത്തിറങ്ങി ശക്തമായി ഓടി. കുറച്ചു ദൂരം ചെന്ന് അവരൊന്ന് നിന്നു. ശേഷം പരസ്പരം എല്ലാവരും മുഖത്തേക്ക് നോക്കി. നമ്മൾ കണ്ടത് എന്താണ്? തോന്നിയതാണോ എന്ന് ചോദിച്ചപ്പോൾ തോന്നലാണെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരുപോലെ തോന്നില്ലല്ലോ എന്നായിരുന്നു അവരുടെ മറുപടി. എന്തായാലും ഈ ഒരു കാര്യം വീട്ടിൽ പറയണ്ട എന്ന് 3 പേരും തീരുമാനമെടുത്തു. അങ്ങനെ അവർ വീട്ടിലേക്ക് പിരിഞ്ഞു. പിറ്റേ ദിവസം ശ്രീരാഗിൻ്റെ കൂട്ടുകാരൻ അതെല്ലാം കണ്ട് പേടിച്ച് പനി പിടിച്ച് കിടപ്പായി. അവൻ അറിയാതെ തന്നെ നടന്നതെല്ലാം വീട്ടിൽ പറഞ്ഞു. അതിനുശേഷം അവൻ്റെ അമ്മ ശ്രീരാഗിൻ്റെയും മറ്റേ കൂട്ടുകാരനെ വീട്ടിലേക്ക് വിളിച്ച് നടന്ന കാര്യമെല്ലാം പറഞ്ഞു. അപ്പോഴാണ് ശ്രീരാഗിൻ്റെ അമ്മ അവനോട് പറയുന്നത്, ഇതുപോലുള്ള സംഭവങ്ങൾ ഇവിടെ പതിവാണ്, അതുകൊണ്ടാണ് നിന്നോട് ആ സമയത്ത് അങ്ങോട്ട് പോകരുതെന്ന് പറയാറ്. പക്ഷേ ഇപ്പോഴത്തെ പ്രായത്തിലെ പിള്ളേരോട് അതൊന്നും പറഞ്ഞാൽ ആരും ചെവിയിൽ കൊള്ളില്ല. ഈ ഒരു അനുഭവം നടന്നിട്ട് ഏകദേശം 8 വർഷം കഴിഞ്ഞു. എങ്കിലും ഇപ്പോഴും രാത്രി സമയത്ത് ശ്രീരാഗ് ആ ഒരു അമ്പലക്കുളത്തിൽ പോകാറില്ല. ശ്രീരാഗ് മാത്രമല്ല, തൻ്റെ സുഹൃത്തുക്കളും. ഈ ഒരു അനുഭവം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? രാത്രികാലങ്ങളിൽ ഇങ്ങനെ അമ്പലക്കുളത്തിലോ അമ്പലത്തിന് പരിസരത്തോ പോകുന്നത് സേഫാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്തരം അനുഭവം നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഞാനുമായി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതിനുവേണ്ടി എൻ്റെ ഇൻസ്റ്റാ ഐ ഡി ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. മല്ലു ഗോസ്റ്റ് ഹണ്ടർ എന്ന് തന്നെയാണ് എൻ്റെ ഇൻസ്റ്റാ ഐ ഡി നെയിമും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ബട്ടൺ ഉടനെ തന്നെ എനേബിൾ ചെയ്യുക.